ഗൃഹനിർമ്മാണ പദ്ധതികളിൽ മുസ്ലിം സമുദായത്തിന് അധിക സംവരണം നൽകുന്നതിൽ കർണാടകയിൽ വൻ പ്രതിഷേധം. നിലവിലുള്ള 10% സംവരണം 15% ഉയർത്തുകയാണ് ലക്ഷ്യം. ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും നിയമവിരുദ്ധമെന്നുമാണ് BJP ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് നിലവിലെ സാഹചര്യം? കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ സംവരണ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നടക്കുന്നത് ഗൃഹനിർമ്മാണ പദ്ധതികളിൽ ഈ മുസ്ലിം സമുദായത്തിന് അധിക സംവരണം നൽകാനുള്ള നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. നിലവിൽ 10% സംവരണം 15% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് ഈ മന്ത്രിയുടെ ഈ നേതൃത്വത്തിലുള്ള സമിതി ഒരു ശുപാർശ സർക്കാരിന് മുൻപാകെ വെച്ചിരുന്നു. ക്യാബിനറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൗസിംഗ് മന്ത്രി സമീർ അഹമ്മദ് ഖാനാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടുകൂടി അതിന് വൈകാതെ തന്നെ നിയമമായി മാറുകയും ചെയ്യും. അതിന് നിയമസഭയിലേക്കൊക്കെ എത്തേണ്ടതുമുണ്ട്. പക്ഷേ ഇതിൽ BJP പറയുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യമാണ് സിദ്ധരാമയ്യ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. DK ശിവകുമാർ അടക്കമുള്ള ആളുകൾ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായം എന്ന രീതിയിലാണ് മുസ്ലിം സമുദായാംഗങ്ങളെ പരിഗണിച്ചത്. പിന്നാക്കക്കാരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഇത്തരത്തിൽ വീടില്ലാതെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയുള്ളത് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പരസ്യമായ പ്രതിഷേധത്തിലേക്ക് BJP ഇപ്പോൾ കടന്നിട്ടുണ്ട്. ശ്രീകാന്ത്, ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ഒരു നീക്കത്തിന് പിന്നിൽ, സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ കൃത്യമായി പറഞ്ഞാൽ വോട്ട് ബാങ്ക് തന്നെയല്ലേ അവർ ലക്ഷ്യം വെക്കുന്നത്? സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇത് സിദ്ധരാമയ്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണമായും നമ്മൾ കണ്ടുപോകുന്നതും അതാണ്. ഈ എതിർ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രവർത്തകരെയൊക്കെ തന്നെ വിവിധ കേസുകളിൽ പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംവരണങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ രീതിയിലുള്ള സംവരണങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെ തന്നെ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർണാടകയിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ, BJPയാണ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷം, അതിശക്തമായ പ്രതിഷേധവും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗൃഹനിർമ്മാണ പദ്ധതിയിൽ കൂടി ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവരുന്നത്. ശരി, ശ്രീകാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.